ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഫലം കായ്ക്കലിൻ്റെ ശൈലി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. 11-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ഒരു പ്രത്യേക തരത്തിൽ ശിഷ്യരോട് ഗുരുവായ കർത്താവ് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരുടെ വ്യക്തിപരമായ എന്തെങ്കിലും നന്മകളല്ല അവരെ ശിഷ്യരായി തിരഞ്ഞെടുത്തതിന് കാരണം, പിന്നെയോ യേശുവിൻ്റെ അവരോടുള്ള കൃപയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ആധാരം. പോയി നിലനിൽക്കുന്ന ഫലം കായ്ക്കുക എന്നതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം. ചില പ്രത്യേക ജീവിത ശൈലികൾ പിൻപറ്റുന്നതിലൂടെ മാത്രമാണ് ഈ ഉദ്ദേശം സാധ്യമാകുന്നത്. ചില പ്രത്യേക ലക്ഷ്യങ്ങൾ സാധ്യമാകുന്നതിനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഉള്ളിൽ രൂഢമൂലമാകുമ്പോൾ നമ്മെ തെരഞ്ഞെടുത്തവനോട് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകും. ഒന്നാമത്, ശിഷ്യ സമൂഹത്തിൻ്റെ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ശിഷ്യരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കുന്നതിനാലാണ്. ശിഷ്യർക്ക് പിൻപറ്റാനുള്ള സ്നേഹ മാതൃക യേശുവിൻ്റേത് മാത്രമാണ്. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി യേശു തമ്പുരാൻ തൻ്റെ ജീവൻ വെച്ചുകൊടുത്തു. അപ്രകാരം സ്നേഹം എന്തെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാട്ടിയ കർത്താവാണ് സ്നേഹിക്കാൻ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എന്ന് യേശു അരുളി ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് ശിഷ്യർക്ക് ക്രിസ്തുവിൽ വസിക്കാൻ കഴിയുന്നത്. ക്രിസ്തുവിൽ വസിക്കുക എന്നാൽ കേവലം ഒരു അനുഭൂതി അധിഷ്ഠിതമായ കാര്യമായി ചുരുക്കിക്കളയാൻ പാടില്ല. ആന്തരികമായി ഒരാൾ അനുഭവിക്കുന്ന പ്രശാന്തത മാത്രമല്ല, ദൈവമുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും ശുദ്ധമായ ഒരു മനസ്സാക്ഷി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ദൈവാനുഭവത്തിൻ്റെ അടയാളം. 2, ശിഷ്യ സമൂഹത്തിൻ്റെ ജീവിതം യേശുവുമായുള്ള പങ്കാളിത്തത്തിൻ്റെതാണ്. യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞത് താൻ അവരെ ദാസരെന്ന് ഇനി വിളിക്കുകയില്ല, പിന്നെയോ സ്നേഹിതർ എന്ന് വിളിക്കുമെന്നാണ്. ദൈവത്തിൻ്റെ ദാസൻ എന്ന പ്രയോഗം ഒട്ടും ലജ്ജാകരമായിട്ടുള്ള ഒന്നായിരുന്നില്ല, പിന്നെയോ ഉന്നതമായതും ബഹുമാന്യവുമായിരുന്നു. ആവർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ചും 24-ാം അധ്യായത്തിൽ യോശുവയെക്കുറിച്ചും 89-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നു. പിന്നെ പൗലോസോ യാക്കോബോ തുടങ്ങിയവരെല്ലാം തങ്ങളെ ദൈവത്തിൻ്റെ ദാസർ എന്ന് വിളിക്കുന്നതിൽ വളരെ സന്തുഷ്ടരായിരുന്നു. എന്നാൽ കർത്താവ് അല്പം കൂടെ ഊഷ്മളവും ഗാഢവുമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന സ്നേഹിതർ എന്ന പദവിയാണ് ഇവിടെ ശിഷ്യർക്ക് നൽകുന്നത്. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിച്ചു. 3, ശിഷ്യരുടെ ജീവിതം പ്രാർത്ഥനാ നിർഭരമായ ജീവിതമാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്, അതിന് യേശു ശിഷ്യരെ വിളിച്ചിരിക്കുന്നു. അത്തരം പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യും. വാക്കുകളുടെ ആവർത്തനമല്ല പ്രാർത്ഥന, ദൈവഹിതത്തോട് താതാത്മ്യപ്പെടുത്തുന്നതിനുള്ള ഹൃദയവാഞ്ചയാണ് പ്രാർത്ഥന. ഈ ലോകത്തെക്കുറിച്ച് ദൈവഹിതം ലോകത്തോട് പങ്കുവയ്ക്കുന്നതിനുള്ള അഭിവാഞ്ചയും പ്രാർത്ഥനയിലൂടെ വ്യക്തമാകുന്നു.
ദൈവിക ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് സഭ മുട്ടിന്മേലാണ് മുന്നേറുന്നത്. മുട്ടിന്മേൽ മുന്നേറുന്ന ജീവിത രഹസ്യമാണ് പ്രാർത്ഥന. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നാൽ യേശുവിൻ്റെ നാമത്തിനും യേശു ചര്യകൾക്കും യോജിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉയർത്തുക എന്നാണ് അർത്ഥം. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, യേശുവിൻ്റെ മക്കളും ശിഷ്യരുമായിരിക്കുക എന്നത് നമ്മോടുള്ള ദൈവകൃപയുടെ ആവിഷ്കാരമാണെങ്കിൽ അത് ഒരു പദവി എന്നതിനേക്കാൾ ഉത്തരവാദിത്തമാണ്. ക്രിസ്തുവിൽ വസിക്കുക എന്നത് ഒരു മാനസിക അനുഭൂതിയായി മാത്രം കാണാതെ ദൈവ മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും നിർമ്മലമായ മനസ്സാക്ഷി സൂക്ഷിക്കുന്ന സാക്ഷ്യ ജീവിതമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ദൈവസ്നേഹത്തിൻ്റെ നമ്മിലൂടെയുള്ള പ്രതിഫലനം സ്വാർത്ഥതയുടെ പൂർത്തീകരണത്തിനോ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോ ആയിത്തീരാതെ വീണ്ടെടുക്കുകയും കരുതുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സ്നേഹമായി നമ്മൾ ഉൾക്കൊള്ളണം. പ്രാർത്ഥനയുടെ സങ്കുചിത ഭാവങ്ങളിൽ നിന്നും വിമോചനം ഉണ്ടാക്കുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അവിടുത്തെ സ്നേഹിതരെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാലം പ്രാർത്ഥന ജീവിതത്തിലും സ്നേഹ ജീവിതത്തിലുമൊക്കെ ഞങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുവാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതലിലും കരുണയിലും പുതിയ വർഷം അനുഗ്രഹത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള കർത്താവിൻ്റെ സ്നേഹവും കൃപയും നാം ഏവരോടും കൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.